ഞാൻ അപ്പോഴും നടക്കാൻ പോയിട്ട് വന്നു കേട്ടോ. അപ്പം അത് കഴിഞ്ഞ് വിശന്നപ്പോഴത്തേന് നമ്മളൊരു സാലഡ് ആക്കിയിട്ടുണ്ട്. ഡാഡി നിനക്ക് ക്യാരറ്റ് വേണോടാ? ഞാൻ 2 കഷ്ണം മാറ്റി വെച്ചിട്ട് ഇവർ ചിലപ്പോൾ ക്യാരറ്റ് ചോദിക്കും, അതുകൊണ്ട് അപ്പം ഇതേണ്ട. പക്ഷെ ഞാൻ ഇച്ചിരി ചോറ് എടുത്തിട്ടുണ്ട് കേട്ടോ അതിന്. സാലഡ് ഞാൻ വേറെ സ്പൂണൊന്നും എടുക്കാൻ പോയില്ല. ഇത് കുറച്ച് ഇങ്ങോട്ട് ഇരിക്കട്ടെ. ഇത്ര മതി തൽക്കാലം. കുറച്ച് റൈസ് ഞാൻ എടുത്തേ, എന്നുവെച്ചാൽ അല്ലെങ്കിൽ ചിലപ്പം ഗുളിയൊക്കെ കഴിക്കാണ്ട്. അപ്പം വിശന്നാലോ ഡ്രസ്സിങ്ങിന് വേണ്ടിയിട്ട് നമുക്ക് സാലഡിൻ്റെ മേലിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. ഇത് മുട്ടയുടെ ടേസ്റ്റ് ഉള്ളതുകൊണ്ട് നിധിക്കുട്ടൻ കഴിക്കാൻ വഴിയില്ല. എൻ്റെ ഇന്നത്തെ സപ്പർ നമുക്ക് ടേസ്റ്റ് ചെയ്ത് നോക്കാം. ഇച്ചിരി റൈസ്, നമ്മുടെ സാലഡ്, ഡ്രസ്സിങ്. ഓക്കെ, കഴിക്കട്ടെ. ഒരു മിനിറ്റ്. ഇത് വലിയ ഷെഫ്മാരൊക്കെ ഇടുന്നത്. നമ്മളെ അത് ഈവനായിട്ട് കിട്ടാൻ വേണ്ടി അവരങ്ങനെ ഇടുന്നത്. കുറച്ച് ഉപ്പിൻ്റെ ഓരമുണ്ടായിരുന്നു. ഞാൻ പിന്നെ കുറച്ച് സോയാ സോസ് കൂടെ കുറച്ച് മതി. ഇത് ഈ റൈസ് കൂട്ടി കഴിക്കണമെന്നൊന്നുമില്ല കേട്ടോ. കാരണം ഞാനിപ്പം നമുക്കല്ലാണ്ട് അത് ഡ്രസ്സിങ് ചേർത്ത്, ഇനിയിപ്പോൾ ഡ്രസ്സിങ് ഇല്ലാതെ നിങ്ങൾക്ക് വെറുതെ കഴിക്കണമെങ്കിൽ അങ്ങനെയും കഴിക്കാം. പ്രോട്ടീനായി കാർബ്സിന് കാർബായി എല്ലാവരും. ഇതുപോലെ ഇങ്ങനെ എനിക്കൊരു സൈഡായി തന്നു. ടേസ്റ്റ് നോക്കും. ഉപ്പിടുന്നു അത്ര. എനിക്ക് ചിലപ്പോൾ ഒരു ഊന്നൊരു സൗണ്ട് കേൾക്കുന്നുണ്ടാവും കേട്ടോ. അവിടെ കുളിക്കാൻ വേണ്ടി വെള്ളം വെച്ചേക്കുന്നു. പിന്നെ ഞാൻ ആദ്യം ഈ ക്യാബേജാണ് ആദ്യം അരിഞ്ഞേക്കുന്നത്. അത് അരിയാനായിട്ട് എന്തിലാണ് വെച്ചേക്കുന്നത് അറിയാം? ഞാൻ ട്രൈപ്പോഡ് എടുത്ത് നമ്മുടെ മേശയുടെ മേളിൽ വെച്ചിട്ടാണ് അത് ഇത് അരിഞ്ഞത്. അപ്പം തന്നെ എന്താ എല്ലാം കൂടി കുരുങ്ങാൻ തുടങ്ങി. അപ്പോൾ അതുകൊണ്ട് അതെടുത്ത് മാറ്റിയിട്ട് പിന്നെ ഉള്ളതാണ് താഴെ വെച്ചിട്ടാണ് എടുത്തേക്കുന്നത്. അപ്പം പിന്നെ നമുക്ക് എന്ത് വെജിറ്റബിൾസ് ഉണ്ടെങ്കിലും അതിങ്ങനെ ഇത് ഗ്രേറ്റ് ചെയ്തെടുത്തിട്ട് സാലഡ് ഉണ്ടാക്കാം കേട്ടോ. ഞാൻ ചില സമയത്ത് ആപ്പിളിടും. പിന്നെ ഏത് ഫ്രൂട്ട്സ് ഇടുന്നാലും അനാർ, ആപ്പിള് ഇതെല്ലാം ഇടും. എൻ്റെ കയ്യിൽ കണ്ടത് ഫ്രിഡ്ജിലിരിക്കുന്ന സാധനങ്ങളെല്ലാം എടുത്തിരുന്നത് ഫില്ല് ചെയ്യും. അങ്ങനെ ചെയ്യാം. 2 ക്യാരറ്റ് മാറ്റി വെക്കുന്ന എന്താണ്, അവസാനം ഇതെല്ലാം ഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞങ്ങളുടെ പുത്രി വന്ന് ചോദിക്കും ചിലപ്പം ക്യാരറ്റ് ഉണ്ടോയെന്ന്. അപ്പോൾ എൻ്റെ ആകെ ഇരുന്ന 2 ക്യാരറ്റേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് മാറ്റി വെച്ചത്. പിന്നെ നമുക്കിതിൻ്റെ അവസാനം ഡ്രസ്സിങ് ചെയ്യുമ്പോഴത്തേനും നാരങ്ങ പകരം ഒലിവ് ഓയിലൊക്കെ ഉണ്ടെങ്കിൽ അതും ഉപയോഗിക്കാം കേട്ടോ. ഞാനിവിടെ നാരങ്ങ നീരാണ് ഉപയോഗിച്ചിരിക്കുന്നത്. അപ്പം നിങ്ങൾക്ക് എന്താണ് ഇഷ്ടമെന്ന് വെച്ചിട്ടെന്നാൽ അത് ഉപയോഗിക്കാം. ഇത് കൂട്ട് അവിടെ വീഡിയോ കാണുന്നതിൻ്റെ സൗണ്ടാണ് ഈ കേട്ടുകൊണ്ടിരിക്കുന്നത്. എന്താ വീഡിയോ ആണ് എഴുതി കാണുന്നത്? റീൽസാണോ? ചിരിക്കാം. സാലഡ് ഓക്കെ. ഓണാണോ? ഇത് ചെറുതായിട്ട് വറുത്ത കപ്പലണ്ടിയാണ് ഞാൻ ഇട്ട് കൊടുക്കുന്നത്. ഓക്കെ, താങ്ക് യു. ഇതാണിപ്പം എല്ലാവരും കൂടെ ആണെന്ന് എൻ്റെ ക്യാമറമാൻ. കപ്പലണ്ടിയും കൂടെ ഇട്ട് നമുക്ക് നല്ലതായിട്ടൊന്ന് ഇറങ്ങി. കപ്പലണ്ടി കുറച്ച് ഉപ്പിട്ടാണ് ഞാൻ ചെയ്തേക്കണേ, അതുകൊണ്ട് ഇനി നമുക്ക് ഉപ്പ് ഇടണ്ട. ഇനി നമ്മുടെ നാരങ്ങ നീര് അങ്ങോട്ട് ഒഴിച്ച് കൊടുക്കാം. പകുതി നാരങ്ങ നീര് പോലെ. ഇപ്പം ഭയങ്കര പുളിയായിരിക്കില്ലേ? ഓക്കെ, അതും കൂടെ സൈഡിലോട്ട് മാറിയിരിക്കട്ടെ. ഈ പുഴുങ്ങിയ മുട്ടയില്ല, നമ്മൾ ഫുൾ സൈഡ് ഇങ്ങനെ അടിച്ച് കഴിയുമ്പോഴത്തേനും അത് പൊളിക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ. അപ്പം ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ഡ്രസ്സിങ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതിനൊരു എന്താ പറയുക, ഫില്ലിങ് അല്ലല്ലോ, എന്താ പറയണേ, നമ്മൾ ഡ്രസ്സിങ് ചെയ്യില്ലേ ഇതിനൊക്കെ, സാലഡിനൊക്കെ, അതിന് വേണ്ടിയിട്ട് 2 പുഴുങ്ങിയ മുട്ട എടുത്തിട്ടുണ്ട്.
ഇത് നമ്മുടെ കൊറിയക്കാര ഗൊച്ചുച്ചാങ്. ഇതൊന്നും വേണ്ട, ചില്ലി ഫ്ലേക്സ് മതി കേട്ടോ. ഞാൻ പിന്നെ ഇരുന്നുകൊണ്ടൊരു ഗമിക്ക് വേണ്ടി അതങ്ങ് എടുത്തന്നേ ഉള്ളൂ. പിന്നെ ഇതിൽ പാലുണ്ടായിരുന്നില്ല, അപ്പോൾ കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. വെയിറ്റ് ലോസ് ജേണിയൊക്കെ ചെയ്യുന്നവർക്ക് നല്ലതായിരിക്കും. വലിയ കാര്യമൊന്നുമില്ലല്ലോ, നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങളൊക്കെ തന്നെ അല്ല, നമ്മൾ വലിയ ഡയറ്റും അല്ല. പിന്നെ ഇതിന് ചോറിനൊക്കെ ഒരല്പം ചോറ് എടുത്തിട്ട്, ഇപ്പോൾ ചോറൊക്കെ എല്ലാ പ്രാവശ്യവും നമുക്ക്, എൻ്റെ ഒരു അഭിപ്രായത്തിലേ, ഇപ്പം നമ്മൾ വെയിറ്റ് ലോസ് ചെയ്യുന്നവരായാലും അങ്ങനെ നമ്മളെ ദണ്ഡിപ്പിച്ചോണ്ടെന്ന് പറയില്ലേ, എന്താ പറയാ, നമുക്കത് എനിക്ക് തോന്നുന്നു മെൻ്റൽ സ്ട്രെസ് കുറച്ചുകൂടി തരുമെന്ന്. നമ്മളെല്ലാം മാറ്റി അങ്ങനെ കുറച്ച് നാൾ പോകാനും പറ്റില്ല എന്ന് തോന്നുന്നു. എല്ലാം മാറ്റി വെച്ചിട്ട് അങ്ങനെ എനിക്കറിയില്ല, ഞാൻ പറയാൻ ഇത്. അപ്പം നമുക്ക് ഇങ്ങനെയുള്ള സാധനത്തൊക്കെ ആകുമ്പോൾ നമ്മൾ സാധാരണ കഴിക്കുന്ന സാധനങ്ങൾ തന്നെയല്ലേ. അപ്പം ഇത് നമുക്ക് വൈകുന്നേരങ്ങളിലൊക്കെ ഒരു നേരം ഇതാക്കാം. ഇത് വേണമെങ്കിൽ ഇത് എന്താ പറയുക, നമ്മുടെ ലെമണൊന്നും ഉപയോഗിക്കാതെ നമുക്ക് മുട്ട അല്ലാതെ മുട്ടയിലിട്ട് നമുക്ക് ഓംലെറ്റ് പോലെ ആക്കാം. ഇല്ലാന്നുണ്ടെങ്കിൽ നമ്മളിങ്ങനെ മുട്ടയൊക്കെ ചെയ്തില്ല, ഡ്രസ്സിങ്ങിന് വേണ്ടി ചെയ്തില്ല. ഇത് ചെയ്യാണ്ട് ഞാൻ മുട്ട എങ്ങനെ എടുക്കുമെന്ന് പറയാം. പക്ഷെ മുട്ട പുഴുങ്ങിയിട്ട് 4ആയിട്ട് കണ്ടിച്ച് അത് വെറുതെ ഇടും. അപ്പം ഞാൻ ലെമൺ ഉപയോഗിക്കില്ല, അല്ലാതെ വെറും ചെറിയൊരു സോൾട്ട് ഇട്ടിട്ട് അങ്ങനെ എടുക്കും. അപ്പം ഇന്നത്തെ നീതിക്കുട്ടാ ബടി, നീതിക്കുട്ടൻ്റെ ഞങ്ങളുടെ ടേസ്റ്റ് മേക്കറാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. വേറെ സ്പൂണില്ലല്ലോ, ഈ സ്പൂൺ കഴിയാൻ മതിയോ നീതിക്കുട്ടാ? ബാ, നീ പഠിക്കുമോ? പ്ലസ് ടുവിൻ്റെ പഠിത്തം. ബാ, നോക്കട്ടെടി. രണ്ട് ഞങ്ങൾ നടക്കാൻ പോയിട്ട് വന്നപ്പോൾ എനിക്ക് ഗുളിക വാങ്ങിക്കാനുണ്ടായിരുന്നു. അപ്പം അവിടെ പോയിട്ട് തുണി തയ്ക്കാനും കൊടുക്കണ്ട. അവിടെ പോയിട്ട് വന്നപ്പോഴത്തേനും നോക്കിയിട്ട് നമ്മളിത് കണ്ടിടി, 50 രൂപ ഒരെണ്ണത്തിന്. 50 രൂപയ്ക്ക് ഇത്ര കിട്ടുള്ളൂ അല്ലേ? 50 രൂപ ഒരെണ്ണം. അങ്ങനെ 2 എണ്ണം മേടിച്ചു. അവിടെ വെച്ച് വിളിക്കുന്നു. അപ്പം ഞാൻ 2 എണ്ണം മേടിച്ചു. അല്ലായിരിക്കും കഴുകണം. ഞാൻ തുറന്നു നോക്കി. ഇത് നിന്ന് നോക്കണേ നമ്മളെ ഒറ്റയ്ക്ക് വേണ്ട. ഓ, നല്ല തോന്നുന്നു കേട്ടോ. പിന്നെ സ്ട്രോബെറി, ആർട്ടിഫിഷ്യൽ സ്ട്രോബെറി കയറിഞ്ഞൂടെ അവിടെ വിളിക്കുന്നുണ്ട് എനിക്ക്. ചിലപ്പോൾ ചീത്ത ആണെങ്കിലും എനിക്ക് അകത്ത് നോക്കാൻ അറിയില്ലായിരുന്നു. ഞാൻ ശരിക്കും ഇവർ അങ്ങനെ സ്ട്രോബെറി കഴിച്ചിട്ടില്ല കേട്ടോ, എനിക്ക് വലിയ ഇഷ്ടമല്ല. അപ്പോൾ അതുകൊണ്ട് ഇവരുണ്ടായിരുന്നു. ഇതിക്കുട്ടനൊക്കെ കൃത്യമായിട്ട് അറിയാം. കുറേ പേര് വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ട്. കുറേ പേര് വന്ന് വാങ്ങിച്ചോണ്ട് പോകുന്നുണ്ടായിരുന്നു അവിടെ. അപ്പം ഇന്നത്തെ വീഡിയോ നമ്മളിവിടെ അവസാനിപ്പിക്കുകയാണ്. ഞങ്ങളുടെ ഡിന്നർ, എൻ്റെ ഡിന്നർ കഴിഞ്ഞു. അപ്പം ഞങ്ങൾ ഡിന്നർ എടുക്കാൻ വന്ന വെയിറ്റ് ലോസ് ജേർണി ഉള്ളവരൊക്കെ ഇതൊന്ന് ചെയ്ത് വെക്കുക. ഒന്നുമില്ല, എങ്ങനെയെങ്കിലും ഓൾട്ടർനേറ്റീവ് ചെയ്യാം. ഞാനിപ്പോൾ ഇതിൻ്റെ അകത്ത് കുറച്ച് സോയ സോസ് ഒഴിച്ചിട്ടുണ്ട്. സോയ സോസ് ഇതിൻ്റെ അകത്ത്. റൈസ് ഞാൻ കഴിക്കുന്നതാണ്, എനിക്ക് ഇതുകൊണ്ട് മാത്രം ചിലപ്പോൾ രാത്രി നിൽക്കത്തില്ല. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ റൈസ് കഴിക്കുന്നത്. റൈസ് കുറച്ച് എടുക്കാം നിങ്ങൾക്ക്. പിന്നെ ഇത് ചെയ്യുമ്പോഴേ കുറച്ച് പാലൂടെ ഇട്ട്, പാലുണ്ടായിരുന്നില്ല എനിക്ക്, ഇന്ന് പാല് വാങ്ങിച്ചില്ല. അപ്പം എന്നും ഇവിടെ അങ്ങ് പാലിൻ്റെ അയ്യറ് കളിയാണ്. അപ്പം ഇത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ഒരു എന്താ പറയുക, ലൂസിന് വേണം. അപ്പം അതിന് വേണ്ടി പാൽ ഒഴിച്ചിട്ട് അടിക്കാം കേട്ടോ. അപ്പം എല്ലാവർക്കും ഇത് വാ ടാറ്റ പറയട്ടെ. ബാ ടാറ്റ ബൈ ബൈ പറയാൻ. വരൂ എൻ്റെ നിധിക്കുട്ടൻ ഇതല്ലാന്ന് ഓർത്തിട്ട് നിധിക്കുട്ടൻ വിഷമിക്കുന്നു. അപ്പം എല്ലാവർക്കും ഞങ്ങളുടെ ടാറ്റാ.